ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന വേറെ ഒന്നുമല്ല, ആശ്രാമ ഗ്രൗണ്ടിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ ആശ്രാമ ഗ്രൗണ്ടിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു കാർഷിക മേള നടക്കുന്നുണ്ടായിരുന്നു. മലയാള മനോരമയുടെ ഭാഗമായിട്ടാണ് ഈ ആശ്രാമ മൈതാനത്ത് കാർഷിക മേള നടക്കുന്നത്. സോ അവിടെ പോയപ്പോഴത്തേക്ക് നിങ്ങൾ കാണുന്ന പോലെ വേണ്ട പൂക്കളും ചെടികളും എല്ലാം ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, ഇത് ജസ്റ്റ് കയറുന്ന സമയത്ത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം അതൊക്കെ നോക്കിയതിന് ശേഷം ഉമ്മക്ക് കുറേ ഫോട്ടോസ് എടുത്ത് കൊടുത്ത്, പിന്നെ ഫോട്ടോസ് എടുത്ത് കൊടുത്തതിന് ശേഷം സ്വാഭാവികമായിട്ട് അകത്തോട്ട് കയറിപ്പോയി. സോ അകത്തോട്ട് കയറിപ്പോയ ആ ഒരു സമയത്തെ വിഷ്വൽസാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അവിടുത്തെ പൂക്കളുടെ മറ്റൊക്കെ വിഷ്വൽസ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ നിന്ന് കാണുന്നതാണ്. സോ എൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്ക് കുറേ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇതുപോലെ തൈ വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ പല കടകളിൽ ബുക്ക് വിൽക്കുന്നുണ്ടായിരുന്നു, കത്തികൾ, പിന്നെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അവിടെ കണ്ടില്ലേ, ഇതെല്ലാം ഉണ്ടായിരുന്നു അവിടെ. ഞാൻ പറഞ്ഞ പോലെ കത്തികൾ മറ്റൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ തരത്തിലുള്ള കത്തികൾ മറ്റൊക്കെ. പിന്നെ ഇത് മാത്രമല്ല, കട്ടിൽ, അലമാര എല്ലാം ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ റേറ്റൊക്കെ ചോദിച്ചപ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവായിരുന്നു. പിന്നെ അവിടെ പിന്നെ ബുക്ക് ചെയ്യാമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ 1000 രൂപ നേരത്തെ കൊടുക്കണം. പിന്നെ അവർക്ക് സ്റ്റോറസ് ഒന്നുമില്ല, ഇന്നണക്ക് പേ ചെയ്ത് അവരിങ്ങോട്ട് വിളിക്കും, എന്തൊക്കെയാണ് പറഞ്ഞ്. ഞങ്ങളത് പിന്നെ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ കുറേ പലതരത്തിലുള്ള പൊടികളും മറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കമ്പാരിറ്റീവ്ലി റേറ്റ് ഹയർ ആയിരുന്നു. അവർ നല്ല സാധനം എന്നൊക്കെ പറയുന്നു. പിന്നെ ചെങ്കതളി, പാളയംതോടൻ, പഴങ്ങളുടെ കുറേ തൈകളും മറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബുക്സ് കേട്ടോ. ഇഷ്ടംപോലെ നല്ല നല്ല ബുക്സ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നോർമലി അങ്ങനെ ബുക്ക് വായിക്കുന്ന പേഴ്സണല്ല. സോ അങ്ങനെ ഒരുപാട് നോക്കാനൊന്നും നിന്നില്ല. കാണാൻ എന്തെങ്കിലും ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ അവിടെ വായിക്കാനും നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോയത് പലഹാരങ്ങൾ വിൽക്കുന്ന ഒരു കടയിലാണ്. അലുവയും എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ അവിടുന്ന് അതിന് ശേഷം ഇങ്ങോട്ട് വന്നു. ഉള്ളത് പറയാല്ല, ഇതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ, സത്യമായിട്ട് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ കാണാൻ കൊള്ളാം. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പലതരത്തിലുള്ള അച്ചാറുണ്ടായിരുന്നു. പിന്നെ വേറെ കുറേ ആഹാര സാധനങ്ങളുണ്ടായിരുന്നു, കാഷ്യൂനട്ടും ബദാമും എല്ലാം. പിന്നെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ കട്ടിൽ, വുഡ് ലുക്കിൻ്റെ എന്നാണ് പറഞ്ഞത്. ഇവർക്ക് ഇൻസ്റ്റാ പേജൊക്കെ ഉണ്ട്, അതൊക്കെ ചെക്കൗട്ട് ചെയ്തു. പക്ഷേ കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ സ്റ്റോർസ് ഇല്ലാത്ത എനിക്ക് ഇത്തിരി ബാഡ് അടിച്ച്. പിന്നെ അതിന് ശേഷം ഇങ്ങോട്ട് വന്ന് ഇതെന്ത് സംഭവമൊന്നും എനിക്കറിഞ്ഞൂടാ, ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത്. പിന്നെ നമ്മൾ അതിന് ശേഷം അവിടെ നിന്ന് പല പല സെക്ഷനായിട്ടായിരുന്നു ഇത് കിടന്നത്. സോ അടുത്ത സെക്ഷനിലോട്ട് പോവുക. അവിടെ പോയപ്പോഴത്തേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് എല്ലാം ഉണ്ട് അവിടെ. പിന്നെ നമ്മളുടെ ഇതെന്തുമായിരുന്നു ആവട്ടെ. പിന്നെ വീണ്ടും അടുത്ത കുറേ സ്പൈസസ്. പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ നോർമലി ഗേൾസ് യൂസ് ചെയ്യുന്ന ക്ലിപ്പ്, അതായത് നോർമലി നമ്മളിപ്പം എന്താ പറയുക, ഈ ഒരു കൂട്ടം പല പല തരത്തിലുള്ള ഷോപ്സ്, അത്രയേ ഉള്ളു. പിന്നെ ഇത് അക്വേറിയം പോലെ ആയിരുന്നു, നല്ല നല്ല മീനൊക്കെ ഉണ്ട്. സോ ഗൈസ്, നമ്മൾ മീനുകളുടെ അവിടെ നിന്ന് പോകാൻ പോകുന്നത് കുറച്ച് വണ്ടികളുടെ അടുത്തോടാണ്. സോ നിങ്ങൾക്കിപ്പോൾ കാണാം, ഈ വണ്ടികളെല്ലാം അവിടെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. കണ്ടില്ലേ, ബൈക്കുകളുണ്ടായിരുന്നു, കാറുകളുണ്ടായിരുന്നു കേട്ടോ. ഇതല്ല, കുറച്ചും കൂടി കാറും ബൈക്കുണ്ട്, കാണിക്കാം. കണ്ടില്ലേ, ഇതൊക്കെയാണ് അവിടെയൊക്കെ ഉണ്ടായിരുന്ന കാർസൊക്കെ, കാറും ബൈക്കും ഒക്കെ. കൊള്ളാം, കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ് ഇതിൻ്റെ അകത്ത് കുറേ ന്യൂസ് പേപ്പർ റിപ്പോർട്ടും മറ്റുമൊക്കെ. ബട്ട് എനിക്ക് കണ്ടാൽ മനസ്സിലാകത്തില്ല, കാണാൻ അവിടെ നേരിട്ട് നിന്നിട്ട് പോലും എനിക്ക് ക്ലാരിറ്റി ആയിട്ട് തോന്നുന്നില്ല, അതൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. പിന്നെയും കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം കൂടി ആഡ് ചെയ്താൽ പിന്നെ ബോറാകത്തില്ല. അതുകൊണ്ട് അതൊക്കെ ഡിലീറ്റായി കളഞ്ഞു. അതിനുശേഷം നമ്മൾ എക്സിറ്റിൻ്റെ അങ്ങോട്ട് വന്നു. സോ എക്സിറ്റിൻ്റെ അവിടെയും ഇതേപോലെ പൂക്കളുടെയും ചെടികളുടെയൊക്കെ ഒരു മേളയായിരുന്നു. സോ നിങ്ങൾക്ക് കാണാം, ഇതൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ അവിടെ പോയാൽ. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഡേറ്റ് നോക്കിയില്ലായിരുന്നു. ആക്ച്വലി ഇത്
പബ്ലിഷ് ചെയ്യുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ അവിടെ പോയത്. ഏകദേശം 2-3 ദിവസത്തിന് ശേഷമായിരിക്കും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്, റെക്കോർഡാക്കിയിട്ടേ. പിന്നെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു, പാട്ടും മറ്റുമൊക്കെ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ലഘുവായിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തോട്ട് പോയി. ഇവിടെ പിന്നെ കളിക്കാനും മറ്റൊക്കെ സ്ഥലങ്ങളുണ്ട് കേട്ടോ, പൊടി പിള്ളേർക്ക്. സോ ഇതാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. ഇതും പിന്നെ കരിമീൻ ജ്യൂസും കുടിച്ചായിരുന്നു കേട്ടോ. കരിമീൻ ജ്യൂസിൻ്റെ വീഡിയോ എടുത്തില്ല. സോ ഇത് രണ്ടുമാണ് അന്ന് കഴിച്ചത്. പിന്നെ ഇത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ പുറത്തോട്ട് പോവുകയാണ് ചെയ്തത്. ഇഷ്ടംപോലെ ആൾക്കാർ വന്നായിരുന്നു കേട്ടോ. അധികം വിഷ്വൽസ് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത വേറൊന്നുമല്ല, തിരക്ക് കാരണം എനിക്കൊന്നും ഫോൺ പിടിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു ചില സമയത്തൊക്കെ. ആ സമയത്ത് ഞാനിങ്ങനെ ചുമ്മാ നടന്നു പോയാൽ ചെയ്തത്. ആൾക്കാർ കുറവുള്ള സമയത്തായിരുന്നു ഞാൻ റെക്കോർഡാക്കിയത് മറ്റുമൊക്കെ. സോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് വിഷ്വൽസ് ഞാൻ ലാസ്റ്റ് ഇട്ടേക്കാണ്. സോ അതാണ് ഇവിടെ പ്ലേ ആവുന്നത്. ഇതുവരെ ഉള്ള വീഡിയോ. ഇനി ശേഷം വിഷ്വൽസും പിന്നെ കുറച്ച് മ്യൂസിക് ഇട്ട് കാണിക്കുകയായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. സോ നമുക്ക് പിന്നെ കാണാം. ബൈ.